കൊല്ലങ്കോട് ICDS മുഖേന അംഗനവാടികൾക്ക് ഉപകരണങ്ങൾ വാങ്ങിയതിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തി. പരാതിയെ തുടർന്ന് ICDS ഓഡിറ്റ് സംഘം പരിശോധന തുടങ്ങി. ഗിരീഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ഓഡിറ്റ് സംഘമാണ് പുതുനഗരത്തെ ICDS ഓഫീസ്, അംഗൻവാടികൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് നിയോഗിച്ച അന്വേഷണ സംഘമാണ് ക്രമക്കേടും സാമ്പത്തിക തട്ടിപ്പും കണ്ടെത്തിയത്. ഇടനിലക്കാരെ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയായ ജംബോർട്ടിലെ പഴുതുകൾ ഉപയോഗിച്ച് ICDS ഓഫീസർ വൻ ക്രമക്കേട് നടത്തിയത്. അംഗനവാടികൾക്ക് ഉപകരണങ്ങൾ നൽകുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ 60%, സംസ്ഥാന സർക്കാരിന്റെ 40% ഉൾപ്പെടെ തുക വകയിരുത്തിയത്. ICDS ഓഫീസിന് കീഴിലെ അംഗൻവാടികൾ 142 അംഗൻവാടികൾ നവീകരിക്കാനും ഉപകരണങ്ങൾ വാങ്ങുവാനും ആധുനികവൽക്കരിക്കുവാനുമാണ് 142 ലക്ഷം രൂപ അനുവദിച്ചത്. ഉപകരണങ്ങൾ വാങ്ങുന്ന വിവരം ബ്ലോക്ക് പഞ്ചായത്തിനെ അറിയിക്കാതെ നടത്തിയ ക്രമക്കേടിൽ 1/2 കോടിയിലേറെ രൂപയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ചിന്നക്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെട്ട അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. അന്വേഷണ കമ്മീഷൻ ക്രമക്കേട് കണ്ടെത്തി ഓർഡറിൽ വില കൂടിയ സാധനങ്ങൾ കാണിക്കുകയും കുറഞ്ഞ വിലയ്ക്കുള്ള ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ നൽകിയതായും ബ്ലോക്ക് പഞ്ചായത്ത് നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തി. അംഗനവാടികൾക്ക് ജലശുദ്ധീകരണി, ചെയർ, ടേബിൾ, മാഗസിൻ റാക്ക്, ഷൂ റാക്ക്, TV, ഗ്രൈൻഡർ, മിക്സി, കയർമാറ്റ്, പെൻഡ്രൈവ് തുടങ്ങിയ വാങ്ങിയതിലാണ് ക്രമക്കേടും തിരിമറിയും നടന്നത്. ഇടനിലക്കാരെ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ജം പോർട്ടൽ വഴി 10 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ ദർഖാസ് ഒഴിവാക്കാമെന്ന പഴുതുപയോഗിച്ചാണ് ക്രമക്കേട് നടന്നത്. ദർഖാസ് ഒഴിവാക്കാൻ ഒരേ സാധനം തന്നെ 10 ലക്ഷം രൂപയിൽ താഴെ വരുന്ന പല ബില്ലുകളായി നൽകിയാണ് സാധനങ്ങൾ വാങ്ങിയത്. ഒരേ സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്പ്ലിറ്റ് പർച്ചേസ് പാടില്ലെന്ന നിബന്ധനയും ലംഘിച്ചു. രേഖകളിൽ കാണിച്ച 14,358 രൂപ വിലയുള്ള ജലശുദ്ധീകരണയ്ക്ക് പകരം 9,999 രൂപ വിലയുള്ള പ്യൂരിഫയറാണ് അംഗൻവാടികൾക്ക് നൽകിയത്. ബില്ലിൽ ഗ്രൈൻഡർ വാങ്ങിയതായി കാണിച്ച മിക്സികൾ അംഗൻവാടിക്ക് നൽകി. അംഗൻവാടികൾ പെയിന്റിംഗ്, ഫ്ലോർ മാറ്റ് വാങ്ങൽ എന്നിവയിലും സാമ്പത്തിക തിരിമറി നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി, മോണിറ്ററിംഗ് കമ്മിറ്റി, പർച്ചേസ് കമ്മിറ്റി എന്നിവ അറിയാതെ ICDS ഓഫീസർ ഇടനിലക്കാരുമായി ഗൂഢാലോചന നടത്തിയാണ് സാധനങ്ങൾ വാങ്ങി സാമ്പത്തിക ക്രമക്കേട് നടത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.